ഇവിടെ സെനറ്റ് ഹാൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു മാനദണ്ഡമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചാൽ തരും, ഉദ്യോഗസ്ഥന്മാർ തരും. അവിടെ പ്രദർശിപ്പിച്ച ചിത്രം എന്താണെന്ന് കൃത്യമായി അറിയാമല്ലോ നമുക്ക്. കാവിക്കൊടി ഏന്തിയ ഒരു സ്ത്രീയുടെ രൂപമാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. RSSൻ്റെ ചിത്രം ഈ സെനറ്റ് ഹാളിൽ വെച്ചിട്ട് പുഷ്പാർച്ചന നടത്താൻ ഇവിടെ അനുവദിക്കുന്നില്ല. മാനദണ്ഡങ്ങളുടെ ലംഘനമാണ് അത് നടത്തിയത്. അത് പാടില്ല. അത് PROയും അതേപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസറും രജിസ്ട്രാറെ അറിയിച്ചു. മാത്രമല്ല, അന്ന് ഇവിടെ വലിയ സംഘർഷമായിരുന്നു. ഇവിടെ എത്തിയിട്ടുള്ള ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ രജിസ്ട്രാറെ കണ്ടിട്ട് പറഞ്ഞു, ഇവിടെ ക്രമസമാധാന പ്രശ്നമുണ്ട്, സംഘർഷമാണ്, സാർ ഇടപെടണം. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഭ്യർത്ഥനയും കൂടി മാനിച്ചിട്ടാണ് രജിസ്ട്രാർ ഇടപെട്ടത്. അത് ആ സംഘാടകർ ആദ്യം സമ്മതിച്ചല്ലോ, അത് മാറ്റാം എന്ന് സമ്മതിച്ചു. പിന്നീട് ആണ് പറയുന്നത് മാറ്റത്തില്ലെന്ന്. അപ്പോഴാണ് ഉത്തരവ് കൊടുത്തത്. അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. നമ്മളതൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ ഹാളിൽ പ്രദർശിപ്പിച്ചത് RSS അവർ ഉപയോഗിക്കുന്ന ഒരു ചിത്രമായിരുന്നു. ആ ചിത്രം സെനറ്റ് ഹാളിൽ വെച്ച് പുഷ്പാർച്ചന നടത്താൻ നിലവിലുള്ള സെനറ്റ് ഹാൾ വാടകയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളുടെ ലംഘനമാണ്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സിൻഡിക്കേറ്റ് വിളിക്കണമല്ലോ. ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ചിട്ടാണ് സിൻഡിക്കേറ്റ് വിളിക്കണം. ഇപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുള്ളൊരു ഉത്തരവ് നിങ്ങളെല്ലാം കണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. അതിനകത്ത് എന്താ പറയുന്നത്? സർവകലാശാലയുടെ താല്പര്യം സംരക്ഷിച്ച രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു, എന്നിട്ട് ഈ നടപടി റിപ്പോർട്ട് ടു ദ സിൻഡിക്കേറ്റ് എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ എന്താ, സ്വാഭാവികമായിട്ടും ഈ സിൻഡിക്കേറ്റിൻ്റെ അധികാരം ഉപയോഗിച്ചിട്ടാണ് രജിസ്ട്രാർ നടപടി എടുത്തിരിക്കുന്നത്. സിൻഡിക്കേറ്റിൻ്റെ അധികാരം 1030 ഉപയോഗിച്ച് VC എടുത്തു, എന്നിട്ട് നടപടി എടുത്തിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ, ആ സിൻഡിക്കേറ്റ് വിളിച്ച് അംഗീകാരം മേടിക്കേണ്ടത്, അല്ലേ? അത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സിൻഡിക്കേറ്റ് വിടണമെന്ന്. അദ്ദേഹത്തിൻ്റെ ഓർഡർ പറയുന്ന അനുസരിച്ചിട്ടാണ് സിൻഡിക്കേറ്റ് വിടണമെന്ന് പറയുന്നത്. അത് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സിൻഡിക്കേറ്റ് വിളിക്കാൻ ഞങ്ങൾ ഇന്നലെ വെല്ലുവിളിച്ചു വൈസ് ചാൻസലറോട്. വിളിക്കൂ, അപ്പോൾ സർവകലാശാലയുടെ ആക്ടിൻ്റെയും സ്റ്റാറ്റ്യൂട്ടിൻ്റെയും വില എന്താണെന്ന് അറിയാം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിത് രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ആലോചിക്കും. VCക്ക് സർവകലാശാലയുടെ അതായി റിപ്പോർട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അതൊന്നും ശരിയായ കാര്യമല്ല. അത് ഞങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സർവകലാശാലയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് ഹൈക്കോടതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് കൂടണം. അത് നിങ്ങൾ VCയോട് വയ്ക്കുക എങ്ങനെ കൊടുക്കുന്നതെന്ന്. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടേണ്ട VC തീരുമാനിക്കേണ്ട, ഞങ്ങളല്ല. അല്ല, ഞാൻ പറഞ്ഞത് അതിനകത്ത് അത്ഭുതപ്പെടാനില്ല. കാരണം നിയമവിരുദ്ധമായ സർവകലാശാല ആക്ടും സ്റ്റാറ്റ്യൂട്ടും ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ ഒരു നടപടി സ്വീകരിച്ചവർക്ക് എന്തുകൂടെ പറയാം. അത് അവരുടെ ഭാഗം എന്നുള്ള രീതിയിൽ പറയാം. സർവകലാശാലയുടെ ഭാഗം പറയണമെന്നുണ്ടെങ്കിൽ ആ ഉത്തരവിൽ പറയുന്നത് പോലെ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടി ഇത് സിൻഡിക്കേറ്റിൻ്റെ അംഗീകാരം മേടിച്ച് മാത്രമേ അവിടെ കോടതിയിൽ പറയാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ സർവകലാശാല ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതിൽ ഒരു തരത്തിലുള്ള ലംഘനവും സിൻഡിക്കേറ്റ് വരുത്തിയിട്ടില്ല. അതൊക്കെ നിയമപരമായി ഞങ്ങൾ നോക്കിക്കൊള്ളാം. കാരണം എത്രയോ നിയമയുദ്ധത്തിലൂടെയാണ് ഇവിടെ 17 സെനറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തില്ലയോ, ഈ സെനറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തില്ലയോ, തിരിച്ചു വന്നില്ലയോ. ഇന്ത്യയുടെ നിയമ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയായിരുന്നു കേരള ഹൈക്കോടതി. അവരെല്ലാം തിരിച്ചെടുത്തില്ലയോ. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിയമപരമായി നടക്കും. കാരണം ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി കേരള നിയമസഭ ചർച്ച ചെയ്ത ഒരു ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ആക്ടും സ്റ്റാറ്റ്യൂട്ടുമാണ്. അപ്പോൾ ഭരണഘടനയാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കപ്പെടാൻ, ഈ രാജ്യത്ത് ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ബാധ്യതയുള്ളവർ അതെല്ലാം പരിശോധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്.